ഇന്ന് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് സെത്ത് റോളൻസ്, വേൾഡ് ചാമ്പ്യൻ ഗുന്തർ, ലോഗൻ പോൾ ഇവരുടെ സെഗ്മെന്റ് ആണ് ആദ്യം നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അടിപൊളി സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് സെത്ത് റോളൻസ് വന്നതിന് ശേഷം CM പങ്കിന്റെ കൂടെ തോറ്റുപോയ കാര്യത്തെ പറ്റിയെല്ലാം ഫാൻസുമായി സംസാരിക്കുന്നുണ്ട്. അതായത് CM പങ്കിന്റെ കൂടെ തോറ്റതാണ് തന്റെ മോശം തോൽവി എന്ന ടൈപ്പിലൊക്കെ. അവസാനത്തിൽ സെത്ത് പറയുന്നത് താൻ റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നു എന്നാണ്. പിന്നീട് മറന്നുപോയി എന്ന ടൈപ്പിൽ പറഞ്ഞുകൊണ്ട് റോമൻ റെയിൻസിന്റെ പേരും പറയുന്നുണ്ട്. അതായത് റോമൻ റെയിൻസിനെ എപ്പോഴും റോയൽ റംബിളിൽ എലിമിനേറ്റ് ചെയ്യുന്നതിൽ താനാണ് മിടുക്കൻ എന്ന ടൈപ്പിലും, അതുപോലെ ഇപ്രാവശ്യവും റോമനെ എലിമിനേറ്റ് ചെയ്യും എന്ന് പറഞ്ഞത് കൂടാതെ റോമൻ റെയിൻസുമായിട്ടുള്ള പ്രശ്നത്തെ പറ്റിയും സെത്ത് ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഇവർക്ക് തമ്മിലുണ്ടായിട്ടുള്ള പകയെ പറ്റിയെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് പിന്നീട് സെത്ത് പറയുന്നുണ്ട് റോമൻ റെയിൻസിനേക്കാൾ മുകളിൽ ഒരാളെ ഞാൻ ഈ റോയൽ റംബിളിൽ പുറത്താക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് റോമൻ റെയിൻസിനെ ആദ്യം എലിമിനേറ്റ് ചെയ്തിട്ട് അവസാനം CM പങ്കിനെ താൻ എലിമിനേറ്റ് ചെയ്യും. അപ്പോഴാണ് അവര് ആ വിഷമം മനസ്സിലാവുകയുള്ളൂ. അത്തരത്തിൽ ആ വിഷമം അവര് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് താനാണ് റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത് എന്നും അതിനുശേഷം അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ കോഡി റോഡ്സിനെ ചാലഞ്ച് ചെയ്യണോ അതോ വേൾഡ് ചാമ്പ്യൻ ഗന്തറിനെ ചാലഞ്ച് ചെയ്യുന്നോ എന്ന ടൈപ്പിലൊക്കെ സെത്ത് സംസാരിച്ചെത്തുന്നുണ്ട്. പിന്നീട് സെത്ത് പറയുന്നുണ്ട് കോഡി റോഡ്സ് ഒരു ചാമ്പ്യൻ ആയതിൽ ഞാനും ഒരു കാരണക്കാരനാണ്. അതേ എനിക്ക് കോഡി റോഡ്സിനെ ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ വീഴ്ത്താൻ സാധിക്കും, അതായത് ചാമ്പ്യൻഷിപ്പ് മാച്ച് വിൻ ചെയ്യാൻ സാധിക്കും എന്നാണ്. അതുപോലെ ഗന്തറിനെ പറ്റി പറയുമ്പോൾ ഗന്തർ ഒരു മോശമാണ് എന്ന ടൈപ്പിലൊക്കെ മെൻഷൻ ചെയ്തുവെങ്കിലും അവസാനം ഗന്തറിലേക്ക് തന്നെ എത്തുന്നത് പോലെയും പിന്നീട് അവിടെ വേൾഡ് ചാമ്പ്യൻ ഗന്തർ വന്നുകൊണ്ട് പറയുന്നുണ്ട് അതായത് ജെയ്സോനെ തോൽപ്പിച്ച കാര്യത്തെ പറ്റിയെല്ലാം. അപ്പോൾ ആ സമയത്ത് ജെയ്സോനെ ഭയങ്കരമായി കളിയാക്കി വിട്ടിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇത്രയും ദിവസം ചാമ്പ്യൻഷിപ്പുമായിട്ട് ഇവിടെ നടന്നു, ഈ എൻ്റെ അടുത്തേക്ക് മാച്ചിനോ ഒന്നിനും തന്നെ വന്നില്ല. പിന്നെ നമ്മൾക്ക് തമ്മിൽ മാച്ച് വെക്കണമെങ്കിൽ റോയൽ റംബിളിലൊന്നും വേണ്ടി വരില്ല, ഇപ്പൊ വേണമെങ്കിൽ നമ്മൾക്ക് ആ മാച്ച് വെക്കാൻ സാധിക്കും. പിന്നെ നീയൊന്നും എൻ്റെ അടുത്തേക്ക് ഒരാളെ അല്ല എന്ന ടൈപ്പിലാണ് ഗന്തർ സെത്ത് റോളൻസിനോട് പറയുന്നത്. അപ്പൊ സെത്ത് പറയുന്നുണ്ട് നീ എന്ത് മറന്നാലും ഒരു കാര്യം മാത്രം മറക്കരുത്, ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ആദ്യം എനിക്കാണ് കിട്ടിയത്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടാണ് ആ ചാമ്പ്യൻഷിപ്പ് വന്നത്. നിന്നേക്കാൾ കൂടുതൽ ദിവസം ഞാൻ ആ ചാമ്പ്യൻഷിപ്പ് കൈവശം വെച്ചിട്ടുണ്ട്. അതേസമയം ഗന്തർ പറയുന്നുണ്ട് അതൊക്കെ ഉണ്ടായേക്കാം, പക്ഷെ നിന്നേക്കാൾ ഡാമിൻ ക്രിസ്റ്റിനേക്കാൾ മികച്ച ചാമ്പ്യൻ താനാണ് എന്ന ടൈപ്പിൽ ഗന്തർ ഈ സെഗ്മെന്റിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഇവർക്ക് ഇങ്ങനെ സ്പാർക്ക് വന്ന് ഇവർക്കൊരു റെസൽമേനിയ മാച്ച് വരുമോ എന്ന ടൈപ്പിലെല്ലാം നമ്മൾ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ലോഗൻ പോൾ വരുന്നതായിട്ടും വന്ന സമയത്ത് തന്നെ ഫാൻസ് ഭയങ്കരമായി ബൂ ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നീട് ലോഗൻ പോളും റോയൽ റംബിൾ മാച്ചിൽ വരാൻ പോകുന്ന കാര്യത്തെ പറ്റിയും വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഗന്തറിനെ ചാലഞ്ച് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ തന്നെ ഗന്തർ സെത്തിനോട് പറയുന്നുണ്ട് ഞാൻ എന്റെ മനസ്സ് മാറ്റാണ്, അതായത് ലോഗൻ പോൾ വിൻ ചെയ്തതിന് ശേഷം ഞാൻ അവന്റെ കൂടെയാണ് മാച്ച് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ സെത്തിനോട് ഗന്തർ പറയുന്നുണ്ട്. അങ്ങനെ ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ സെത്ത് പറയുന്നുണ്ട് നിന്റെ കയ്യിലുള്ള ഈ ഒരു ചാമ്പ്യൻഷിപ്പ് എന്റെ കയ്യിലേക്ക് തിരിച്ചു വരാനുള്ള സമയമായി എന്ന ടൈപ്പില് ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് സെത്ത് റിങ് വിട്ട് പോകുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സെഗ്മെന്റ് മൊത്തത്തിൽ അടിപൊളി സെഗ്മെന്റ് ആയിരുന്നു. മുഴുവനായിട്ട് ഞാൻ ഈ സെഗ്മെന്റിനെ പറ്റി പറഞ്ഞിട്ടില്ല, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് CM പങ്കിന്റെ ബാക്ക് സ്റ്റേജ് ഇന്റർവ്യൂ കാണിച്ചു. അപ്പൊ CM പങ്ക് ലോഗൻ പോൾ വന്നതിൽ വലിയ ഇഷ്ടമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ ഇന്റർവ്യൂ ചെയ്ത ആങ്കറിനെ വരെ ആവശ്യമെങ്കിൽ റോയൽ റംബിൾ മാച്ചിൽ നിന്നും എലിമിനേറ്റ് ചെയ്യുമെന്ന ടൈപ്പിലൊക്കെ CM പങ്ക് ഈ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ സാമി സൈൻ വന്നു. CM പങ്ക് കഴിഞ്ഞ ആഴ്ച സാമി സൈനെ പറ്റി പറഞ്ഞ കാര്യത്തെ പറ്റി എല്ലാം ചോദിക്കുന്നുണ്ട്. പിന്നീട് ഇവർ തമ്മിൽ സംസാരിച്ച് റോയൽ റംബിളിൽ കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CM പങ്ക് അവിടെ നിന്നും പോയി. അപ്പോൾ തന്നെ കെരിയൻ ക്രോസ് അവിടെ വന്നുകൊണ്ട് സാമി സൈനോട് പറയുന്നത് കെവിൻ ഓവൻസിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് കെരിയൻ ക്രോസും പോയതിനു ശേഷം കോഡി റോഡ്സ് വന്ന് സാമി സൈന്റെ മേല് തട്ടുമ്പോൾ സാമി സൈൻ പേടിക്കുന്നത് പോലെയും പിന്നീട് കോഡി റോഡ്സിനോട് പിന്നെ സംസാരിക്കാം എന്ന ടൈപ്പിൽ സാമി സൈൻ അവിടെ നിന്നും പോയി. ഇനി ഫസ്റ്റ് മാച്ച് പറയുന്നതിനേക്കാൾ മുമ്പായിട്ട് പ്രീവിയസ് എപ്പിസോഡ് മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഇനി ഫസ്റ്റ് മാച്ച് നോക്കാം. WWE വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച്. ടാഗ് ടീം ചാമ്പ്യൻസ് ആയ വാർ റൈഡേഴ്സ് വേഴ്സസ് ഡൊമിനിക് മിസ്റ്റീരിയോ ആൻഡ് JD McDonagh ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. ഈ മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കാർലിറ്റോ വന്ന് ഹെൽപ്പ് ചെയ്തതുകൊണ്ട് ഡൊമിനിക് മിസ്റ്റീരിയോ ടീം വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു, അതായത് ഫിനിഷറൊക്കെ ചെയ്തിട്ട്. എന്നാൽ വിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോഴേക്കും വാർ റൈഡേഴ്സ് മാച്ച് സേവ് ചെയ്തു. പിന്നീട് മാച്ചിന്റെ അവസാനത്തിൽ വാർ റൈഡേഴ്സ് ഡൊമിനിക് മിസ്റ്റീരിയോക്ക് ഫിനിഷിംഗും കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ വാർ റൈഡേഴ്സ് ആണ് വിൻ ചെയ്ത് സ്റ്റിൽ ടാഗ് ടീം ചാമ്പ്യൻസ് ആയത്. അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിരുന്നു. അതിനുശേഷം ന്യൂഡേ ടീമിന്റെ സെഗ്മെന്റ്. അപ്പോൾ ഇതിൽ സേവിയർ റൂട്ട്സ് പറയുന്നത് തന്റെ ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട് എന്നും അവരുടെ മുന്നിൽ വെച്ച്
റേ മിസ്റ്റീരിയോനെ ക്ലീനായി തോൽപ്പിക്കും എന്ന ടൈപ്പിലൊക്കെയാണ്. അതിനുശേഷം റേ മിസ്റ്റീരിയോ വേഴ്സസ് സേവിയർ വുഡ്സ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ച് മുൻപ് നടന്നപ്പോൾ റേ മിസ്റ്റീരിയോയുടെ മുഖംമൂടി ഊരിയെടുത്ത് സേവിയർ വുഡ്സ് മാച്ച് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇവർക്ക് ഈ മാച്ച് വരുന്നത്. അപ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിലും കോഫി കിസ്റ്റൻ ചെയ്തതുപോലെയുള്ള ഒരു സെഗ്മെന്റ് ആണ് WWE ചെയ്തത്. അതായത് കോഫി കിസ്റ്റന്റെ അമ്മയെ വെച്ചെല്ലാം ഒരു സെഗ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മാച്ചിന്റെ അവസാനത്തിൽ സേവിയർ വുഡ്സ് റിംഗ് സൈഡിലുള്ള ഫാമിലിയെ പോയി കാണാൻ നോക്കുമ്പോൾ അവരവരുടെ ടീഷർട്ട് എല്ലാം ഊരി കാണിക്കുന്ന സമയത്ത് ന്യൂഡേസ് എന്ന ടീഷർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ട് സേവിയർ വുഡ്സ് ഷോക്ക് ആവുന്നത് പോലെയും നിങ്ങളും ഞങ്ങൾക്കെതിരാണോ ബിഗിയോട് ചെയ്തത് എന്ന ടൈപ്പിലൊക്കെയാണ് ഈ സെഗ്മെന്റ് കൊണ്ടുപോയത്. പിന്നീട് സേവിയർ വുഡ്സ് റിംഗിൽ കയറിയ സമയത്ത് റേ മിസ്റ്റീരിയോ സെക്കൻഡ് റോപ്പിലിട്ട് 619 കൊടുത്ത് അപ്പോൾ തന്നെ ഫിനിഷറും ചെയ്ത് ഈ മാച്ചിൽ റേ മിസ്റ്റീരിയോ ആണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം റേ മിസ്റ്റീരിയോ സേവിയർ വുഡ്സിന്റെ ഫാമിലിയുടെ അടുത്ത് പോയിട്ട് ആ ഒരു ന്യൂഡേസ് എന്ന ടീഷർട്ട് റേ മിസ്റ്റീരിയോയും ധരിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ ഈ മാച്ച് നല്ല സെറ്റായിട്ടാണ് തോന്നിയത്. അപ്പോൾ സേവിയർ വുഡ്സിന്റെ ഫാമിലിക്കും സേവിയർ വുഡ്സിനോട് താല്പര്യമില്ലാത്തത് പോലെയാണ് കാണിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് കോഫി കിസ്റ്റനോടും ചെയ്തിട്ടുള്ളത്. പിന്നീട് സെത്ത് റോളൻസ്, സാമി സെയിൻ ഇവരുടെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ്. അപ്പോൾ സാമി സെയിൻ പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഹെലിവർക്കിക്ക് ചെയ്തത് എന്റെ മിസ്റ്റേക്ക് ആണ്, വേണമെന്ന് വെച്ച് ചെയ്തതല്ല എന്ന ടൈപ്പില്. അപ്പോൾ സെത്ത് പറയുന്നുണ്ട് അത് കുഴപ്പമില്ല, പക്ഷെ വീണ്ടും ഇങ്ങനെ സംഭവിച്ച ഞാൻ തീർച്ചയായും പ്രതികരിക്കും എന്ന ടൈപ്പിലൊക്കെ. എന്നിട്ട് സെത്ത് സാമി സെയിന് ഷെയ്ക്കൻഡ് കൊടുത്തുകൊണ്ട് മെക്കൻഡയറെ തോൽപ്പിക്കാനായിട്ടെല്ലാം ആവശ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് സാമി സെയിനെ അഭിനന്ദിക്കുന്നുണ്ട്. ഇതോടുകൂടി ഈ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് കഴിഞ്ഞു. അതിനുശേഷം മെയിൻ ഇവന്റ് ജെയ്യൂസോടെ ഒരു കുഞ്ഞു സെഗ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സെഗ്മെന്റ് ചെറുതാണെങ്കിലും ജെയ്യൂസോടെ എൻട്രൻസ് വലുതായിരുന്നു. വേറെ ലെവൽ എൻട്രൻസ് ആയിട്ടുണ്ട് ജെയ്യൂസോടെ. ഫാൻസ് സപ്പോർട്ടിനെ പറ്റി ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല, വേറെ ലെവൽ സപ്പോർട്ട് ആയിരുന്നു. അപ്പോൾ ഈ സെഗ്മെന്റിൽ ജെയ്യൂസോ എന്താണ് പറഞ്ഞത് എന്ന് വെച്ചാൽ റോയൽ റംബിൾ മാച്ചിനെ പറ്റി തന്നെയാണ്. അതായത് റോയൽ റംബിൾ മാച്ച് താൻ വിൻ ചെയ്തുകൊണ്ട് റസൽ മീനിയയിൽ മെയിൻ ഇവന്റ് ചെയ്ത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുമെന്ന്. അതുപോലെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ ഗന്ധറിന്റെ കൂടെ ചാമ്പ്യൻഷിപ്പ് തോറ്റുപോയ കാര്യത്തെ പറ്റിയും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നീട് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻസായ ബിയാങ്ക ബെല്ലർ, നയോമി വേഴ്സസ് ലിവ് മോർഗൻ ആൻഡ് റേച്ചൽ റോഡ്രിഗസ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തിൽ ലിവ് മോർഗന് കെയോഡി കൊടുത്തുകൊണ്ട് ബിയാങ്ക ബെല്ലർ പിൻ ചെയ്യാൻ നോക്കുന്ന സമയം ഡൊമിനിക് മിസ്റ്റീരിയോ റിംഗിൽ വന്നുകൊണ്ട് റെഫറിയുടെ ശ്രദ്ധയെല്ലാം തെറ്റിക്കും. പിന്നീട് ബിയാങ്ക ബെല്ലർ ഡൊമിനിക്കിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ക്രോസ് ബോഡി എല്ലാം ചെയ്ത് ഡൊമിനിക്കിനെ അറ്റാക്ക് ചെയ്തു റിംഗിന് പുറത്തേക്ക്. പിന്നീട് നയോമിയോട് മാച്ച് വിൻ ചെയ്യാനായിട്ടെല്ലാം ആവശ്യപ്പെടുന്നത് പോലെയാണ് കാണിച്ചു വെച്ചത്. ശേഷം നയോമി ലിവ് മോർഗന് ഫിനിഷർ കൊടുത്തുകൊണ്ട് പിൻ ചെയ്തു, എങ്കിലും റെഫേൽ അത് സേവ് ചെയ്തു. പിന്നീട് ഈ മാച്ചിന്റെ അവസാനത്തിൽ ലിവ് മോർഗൻ ടീമാണ് വിൻ ചെയ്തത്, നയോമിനെ പിൻ ചെയ്ത്. അപ്പോൾ ഇവരുടെ സ്റ്റോറിയും ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഇനി എന്തായാലും വന്നേക്കാം. പിന്നീട് പോൾ ഹേമന്റെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ പോൾ ഹേമൻ വന്നതിന് ശേഷം റോമൻ റെയിൻസ് 2K25 കവർ ഫോട്ടോയിൽ ഉള്ള കാര്യത്തെ പറ്റിയാണ് പറഞ്ഞത്. പിന്നീട് ആ ഒരു കവർ ഫോട്ടോ എല്ലാം കാണിക്കുന്നുണ്ട്. അതുപോലെ റോമൻ റെയിൻസ് അവിടെ ഒന്നും ചുമ്മാ വന്നതല്ല, റോമൻ റെയിൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റിയെല്ലാം പോൾ ഹേമൻ ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ റോ നെറ്റ്ഫ്ലിക്സിൽ റോമൻ റെയിൻസ് ആയിരുന്നു ബെസ്റ്റ്. അതുപോലെ തന്നെ WWE അങ്ങനെ തന്നെയാണ്. പിന്നെ എലോൺ മസ്ക് ചൊവ്വയിൽ കോളനി ഉണ്ടാക്കിയാലും അവിടെയും റോമൻ റെയിൻസ് ആയിരിക്കും ബെസ്റ്റ് എന്ന ടൈപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റോയൽ റംബിൾ മാച്ചിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്, 1 vs 29 ഇങ്ങനെയാണ് റോയൽ റംബിൾ മാച്ച് നടക്കുക എന്നാണ് പോൾ ഹേമൻ പറഞ്ഞത്. അതായത് ബാക്കി 29 പേര് റോമൻ റെയിൻസിനെതിരെയാണ് വരാൻ പോകുന്നത്. റോമൻ റെയിൻസ് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കും, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിലൊക്കെയാണ് പോൾ ഹേമൻ ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. എന്നിട്ട് പോൾ ഹേമൻ അവിടെ നിന്ന് പോകാൻ നോക്കുന്ന സമയം ഡ്രൂ മെക്കൻടയർ അവിടെ വരുന്നതായിട്ടും ഡ്രൂ വന്നതിന് ശേഷം പോൾ ഹേമൻ പേടിക്കുന്നതായിട്ടും. അപ്പൊ ഡ്രൂ പറയുന്നുണ്ട് പോൾ ഹേമനോട് പേടിക്കണ്ട എന്നും ശരിക്കും പേടിക്കേണ്ടത് സാമി സെയിൻ ആണ് എന്നൊക്കെ. പിന്നീട് ഇവരുടെ സെഗ്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഡ്രൂ പറയുന്നത് പോൾ ഹേമന്റെ ഈ ഒരു വലിയ വിജയത്തിന് കാരണക്കാരൻ താനാണ്. അതായത് പോൾ ഹേമൻ ഇങ്ങനെ സമ്പാദിക്കാനും അല്ലെങ്കിൽ ഇവിടെ വരെ എത്താനുള്ള കാരണം, അതായത് ഡ്രൂ പറഞ്ഞു വന്നത് എന്താണ് എന്ന് വെച്ചാൽ 2020 റോയൽ റംബിളിൽ റോമൻ റെയിൻസിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ബ്രോക്ക് ലെസ്നറെ റസൽ മേനിയയിൽ തോൽപ്പിച്ചിരുന്നു. ബ്രോക്ക് ലെസ്നർ എന്ന് പറയുന്നത് പോൾ ഹേമന്റെ ഒരു ക്ലയന്റ് ആണ്. അപ്പൊ പോൾ ഹേമന്റെ ക്ലയന്റിനെ തോൽപ്പിച്ചതിന് ശേഷം ഡ്രൂ ചാമ്പ്യൻ ആയതും. അതുപോലെ പിന്നീട് പോൾ ഹേമൻ പോയത് റോമൻ റെയിൻസിന്റെ അടുത്തോട്ടാണ്. അതിനുശേഷമാണ് പോൾ ഹേമന് നിറയെ പണമെല്ലാം കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിലൊക്കെ എത്തിയത്. അപ്പോൾ ഇതിന്റെ എല്ലാം കാരണക്കാരൻ മെക്കൻടയർ ആണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് തന്നോട് ഒരു താങ്ക്സ് പറയാനായിട്ടും പിന്നീട് പോൾ ഹേമൻ അത്തരത്തിൽ നന്ദി പറയുന്നതായിട്ടും ശേഷം പോകാൻ നോക്കുമ്പോൾ ഡ്രൂ ഒരു വലിയ മെസ്സേജ് പാസ് ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് നിന്റെ കൂടെയുള്ളവനെ ഞാൻ അറ്റാക്ക് ചെയ്തുകൊണ്ട് അവനെ തന്നെ ഞാൻ ഇല്ലാതെയാക്കും എന്ന ടൈപ്പില്. പിന്നീട് പോൾ ഹേമൻ അത് റോമൻ റെയിൻസിനോടാണ് എന്ന ടൈപ്പില്
പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ഡ്രൂ പറയുന്നുണ്ട്, ഞാൻ ഈ മെസ്സേജ് പറഞ്ഞത് റോമൻ റെയിൻസിനോടല്ല, നിന്റെ തന്നെ CM പങ്കിനോടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, നിന്റെ റോമൻ റെയിൻസിനോടല്ല എന്ന ടൈപ്പില് ഡ്രൂ മാക്കിൻടയർ ഈ സെഗ്മെന്റിൽ പറഞ്ഞിരുന്നു. പിന്നീട് പോൾ ഹേമൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. അപ്പൊ ഫസ്റ്റ് ഡ്രൂ ഇത് പറഞ്ഞ സമയത്ത് എല്ലാവരും റോമൻ റെയിൻസിനെ ആയിരിക്കും പറയുന്നത് എന്നാണ് വിചാരിച്ചത്. പിന്നെ ഈ സെഗ്മെന്റിൽ മുഴുവനായിട്ടും വി വാണ്ട് റോമൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാറ്റ് ഉണ്ടായിരുന്നു. റോമൻ റെയിൻസിന്റെ സെഗ്മെന്റ് ഇന്ന് WWE ഒഫീഷ്യൽ ആക്കിയതുമാണ്, റോ നെറ്റ്ഫ്ലിക്സിൽ വെച്ച് തന്നെ. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അതൊന്നും നടന്നില്ല. അതിനുശേഷം ഡ്രൂ മാക്കിൻടയർ, സാമി സൈൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ച് ആയിട്ടാണ് ഈ മാച്ച് മുന്നോട്ട് പോയത്. രണ്ടുപേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. ഇന്ന് റോയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മാച്ച് ആയിട്ടാണ് ഇത് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തിൽ ഡ്രൂ മാക്കിൻടയർ സാമി സൈനെ ക്ലൈമർ ചെയ്യാൻ നോക്കിയ സമയം സാമി സൈൻ അത് റിവേഴ്സ് ചെയ്തുകൊണ്ട് മാക്കിൻടയറെ പിൻ ചെയ്തു. എങ്കിലും മാക്കിൻടയർ അത് കിക്ക് ഔട്ട് ചെയ്തു. അവസാനം ഡ്രൂ മാക്കിൻടയർ സാമി സൈനെ ചീറ്റ് ചെയ്താണ് ഈ മാച്ച് വിൻ ചെയ്തത്. അതായത് സാമി സൈൻ ഹെലോക്കിക്ക് ചെയ്യാൻ നോക്കിയ സമയം ഡ്രൂ മാറിയതിനു ശേഷം അങ്ങനെ തന്നെ റോൾ പിൻ ചെയ്ത് സെക്കൻഡ് റോപ്പിൽ കാലെല്ലാം വെച്ചുകൊണ്ടാണ് ഡ്രൂ മാക്കിൻടയർ ഈ മാച്ച് വിൻ ചെയ്തത്. ശേഷം സാമി സൈൻ അത് റെഫറിയോട് പറയുന്നുണ്ട്, അവർ റോപ്പിൽ കാല് വെച്ചാണ് ജയിച്ചിട്ടുള്ളത് എന്നൊക്കെ. അത്തരത്തിൽ സംസാരിച്ച് നിൽക്കുമ്പോൾ ഡ്രൂ വീണ്ടും സാമി സൈനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. പിന്നെ പറയാൻ വിട്ടുപോയി, ഈ മാച്ചിൽ സാമി സൈന്റെ മൂക്കെല്ലാം പൊട്ടി ബ്ലഡ് വന്നിരുന്നു. പിന്നെ അവസാനം എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ, ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോഡി റോഡ്സ് അവിടെ വന്നുകൊണ്ട് ഡ്രൂ മാക്കിൻടയർ അറ്റാക്ക് ചെയ്ത് സാമി സൈനെ സേവ് ചെയ്തു. ശേഷം കെവിൻ ഓവൻസ് കൊണ്ട് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്തു. പിന്നീട് ഇവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രൂ മാക്കിൻടയർ വന്ന് കോഡി റോഡ്സിനെ തിരികെ അറ്റാക്ക് ചെയ്തു. ശേഷം സാമി സൈൻ ഒരു അവസരം കിട്ടിയ സമയത്ത് ഹെലുവ കിക്ക് ചെയ്യാൻ നോക്കി. അതായത് കഴിഞ്ഞ ആഴ്ച സെത്ത് റോളൻസിന്റെ അടുത്ത് നടന്ന അതേ സെഗ്മെന്റ് ആണ് ഇന്നും കാണിച്ചത്. സാമി ഹെലുവ കിക്ക് ചെയ്ത സമയത്ത് ഡ്രൂ മാക്കിൻടയർ മാറി അത് നേരെ കോഡി റോഡ്സിന്റെ മുഖത്തിട്ട് കിട്ടി. ഇത് കണ്ട് കെവിൻ ഓവൻസ് സന്തോഷിക്കുന്നതായിട്ടും തന്നെ ഹെൽപ്പ് ചെയ്യാൻ തന്റെ ഫ്രണ്ട് വന്നതുപോലെയാണ് കെവിൻ ഓവൻസ് അവിടെ നിന്നും ഇറങ്ങിപ്പോയിട്ടുള്ളത്. സാമി സൈൻ ഷോക്കായി നിൽക്കുന്നത് പോലെയും കാണിച്ചിരുന്നു. അതിനുശേഷം കോഡി റോഡ്സ്, CM പങ്ക് ഇവരുടെ സെഗ്മെന്റ് വെച്ചാണ് റോ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ കോഡി റോഡ്സ് ആദ്യം പറയുന്നത് ഇത് തന്റെ ഹോം ടൗൺ ആണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതായിട്ടും പിന്നീട് കെവിൻ ഓവൻസുമായിട്ടുള്ള മാച്ചിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് കോഡി റോഡ്സ് ഈ സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതായത് അവനെ തോൽപ്പിച്ച് ചാമ്പ്യൻ ആകുന്ന കാര്യത്തെ പറ്റിയെല്ലാം പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് CM പങ്ക് അവിടെ വരുന്നതായിട്ടും വന്നതിന് ശേഷം CM പങ്ക് കോഡി റോഡ്സ് ഇത്രയും ദിവസം ചാമ്പ്യൻ ആയിരുന്നതിൽ അഭിനന്ദിക്കുന്നതായിട്ടും അത് വളരെയധികം കഷ്ടമുള്ള കാര്യമാണെന്ന് തനിക്കറിയാമെന്നും CM പങ്ക് പറയുന്നുണ്ട്. അതായത് മുമ്പ് CM പങ്ക് ചെയ്ത 434 ദിവസത്തെ ചാമ്പ്യൻഷിപ്പ് റണ്ണാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പിന്നീട് CM പങ്കിനോട് കോഡി റോഡ്സ് പറയുന്നുണ്ട്, നീ കഴിഞ്ഞ പ്രാവശ്യം പ്രിഡിക്റ്റ് ചെയ്തതുപോലെ ഇപ്രാവശ്യം റോയൽ റംബിൾ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ടില്ല. അപ്പൊ CM പങ്ക് പറയുന്നത്, നിനക്ക് 2 ന്യൂസ് ആണ് ഉള്ളത്, ഒന്ന് ഗുഡ് ന്യൂസ്, 2 ബാഡ് ന്യൂസ്. ഒന്നാമത്തെ ഗുഡ് ന്യൂസ് എന്താണ്, റോയൽ റംബിളിൽ നീ എന്തായാലും കെവിൻ ഓവൻസിനെ തോൽപ്പിച്ച് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും. ബാഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, നീ ഇത്രയും ദിവസം ചാമ്പ്യനായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നിന്റെ ഫ്രണ്ട്സ് വരെ നിനക്ക് ശത്രുക്കളായി മാറിയേക്കാം എന്നൊക്കെയാണ്. അപ്പൊ കോഡി ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ എന്റെ ഫ്രണ്ട് അല്ലേ, നീ എന്റെ ശത്രുവായി മാറുമോ എന്നൊക്കെ. അപ്പൊ CM പങ്ക് പറയുന്നത്, ഞാൻ മറ്റുള്ള റെസ്ലേഴ്സിന്റെ പോലെ നിന്നെ പിറകിൽ നിന്നും ആക്രമിക്കില്ല, ഞാൻ നേരിട്ട് നിന്റെ അടുത്തേക്കാണ് വരിക. അതായത് ഞാൻ റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്ത് അതിനുശേഷം നിന്നെ വന്ന് ചാലഞ്ച് ചെയ്ത് നിന്റെ കൂടെ മെയിൻ ഇവന്റ് മാച്ച് ചെയ്യും എന്നാണ് CM പങ്ക് പറഞ്ഞത്. അതിന് എനിക്ക് നിന്നെ പിറകിൽ നിന്നും ആക്രമിക്കേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് ഫ്രണ്ട്സ് ആയി തന്നെ മുന്നോട്ട് പോകാം എന്ന ടൈപ്പില്. അങ്ങനെ CM പങ്ക് ഫ്രണ്ട്സ് ആയിക്കൊണ്ട് കോഡി റോഡ്സിന്റെ ചാമ്പ്യൻഷിപ്പ് എടുക്കാം എന്ന ലക്ഷ്യത്തിൽ എത്തുമ്പോൾ കോഡി പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ ബെസ്റ്റ് ഇൻ ദി വേൾഡ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്, പക്ഷെ നീ ബെസ്റ്റ് ഇൻ ദി വേൾഡ് അല്ല, ഞാനാണ് ബെസ്റ്റ്, എന്റെ കയ്യിലാണ് ചാമ്പ്യൻഷിപ്പ് ഉള്ളത്, നമുക്ക് അതും തെളിയിക്കാം എന്ന ടൈപ്പില്. അവസാനം കോഡി റോഡ്സ് പറയുന്നത്, നീ റോയൽ റംബിൾ ജയിച്ചിട്ട് ആദ്യം വാ, എന്നിട്ട് നമുക്ക് തമ്മിൽ ചാമ്പ്യൻഷിപ്പ് മാച്ചിന്റെ കാര്യം തീരുമാനിക്കാം എന്നൊക്കെയാണ്. പിന്നീട് ഇവര് ഫേസ് ടു ഫേസ് നിന്ന് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. അപ്പോൾ ഈ സെഗ്മെന്റ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളി സെഗ്മെന്റ് ആയിരുന്നു. അതുപോലെ ഇതിനേക്കാൾ കൂടുതൽ ഇവർ ഈ സെഗ്മെന്റിൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് സമയം വൈകിട്ടുണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ. അതായത് ഇവർ OVWയിൽ കണ്ടുമുട്ടിയ കാര്യത്തെ പറ്റിയും അതുപോലെ ഇവർക്ക് നടന്നിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റിയെല്ലാം ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്നത്. ഇന്നത്തെ റോ എപ്പിസോഡ് മാച്ച് വെച്ചല്ല, സെഗ്മെന്റ് വെച്ച് മരണമാസമായിട്ടുണ്ടായിരുന്നു. മാച്ചും നല്ല മാച്ചൊക്കെ ഉണ്ടായിരുന്നു, മെക്കിൻടയർ, സാമി സൈൻ അങ്ങനെയെല്ലാം പറഞ്ഞു പോകാം. പക്ഷെ ഇന്നത്തെ റോയിൽ ഏറ്റവും കൂടുതൽ അടിപൊളിയായൊരു സെഗ്മെന്റ് ആണ്. അപ്പോൾ റോ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ റോ എപ്പിസോഡ് അടിപൊളിയായിരുന്നു. റോയൽ റംബിളിന് ത്രില്ല് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ മറക്കാതെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.